ഹായ് നമസ്കാരം മക്കളെ. ഞങ്ങളിപ്പോൾ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൂവി കാണാനാണ് പോകുന്നത്. മൂവി തുടങ്ങാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. എൻ്റെ മനസ്സിലെ പേടി എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ഗേറ്റ് അങ്ങനെ അടച്ചിടുകയാണെങ്കിൽ ഇനിയും ലേറ്റ് ആകും. മൂവി തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എത്താൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. എന്തായാലും ഭാഗ്യത്തിന് അവിടെ എത്തിയപ്പോൾ റെയിൽവേ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സിനിമ തുടങ്ങാനായിട്ട് ആകെ 10 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ തിയേറ്റർ എത്തിയത് തന്നെ. അങ്ങനെ തിയേറ്റർ എത്തിയപ്പോഴത്തേക്കും പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അങ്ങനെ എവിടെയോ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 2 പേര് ഓടുകയാണ്. കാരണം ഇനി സിനിമ തുടങ്ങാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ബുക്ക് മൈ ഷോയിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ആ ടെൻഷൻ ഇല്ലായിരുന്നു. ടിക്കറ്റ് കാണിച്ച് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറി. ഇന്ന് നമ്മൾ കണ്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും സിനിമയായിരുന്നു. മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമയാണ്. അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. തിയേറ്ററിനുള്ളിലായതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലക്ഷ്മി ബേക്കറിയിലേക്കാണ്. ഇവിടെ നിന്ന് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വാങ്ങണം. ഇന്ന് ആകാശുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നേരെ മെയിൻ സെക്ഷനിലേക്ക് പോയി. ഞങ്ങൾ അവിടുന്ന് ക്രീം ബണ്ണ് വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോഴോ എൻ്റെ നാത്തൂൻ നല്ല അടിപൊളി പാലട പ്രഥമൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതും ക്യാരറ്റ് ഒക്കെ ഇട്ടുള്ള സ്പെഷ്യൽ പാലട പ്രഥമൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു 32ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും. 32ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഈ ആഘോഷിക്കുന്നത്. ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛന് അമ്മ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. തിരിച്ച് അച്ഛൻ അമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്ന രീതി ഒന്ന് നോക്കിയേ. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടുള്ള നോട്ടമാണ് അത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിനടുത്തുള്ള തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ ഞാനും ആകാശും വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു മസാല ദോശയും ആകാശും ഒരു പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്. എൻ്റെ മസാല ദോശയാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മസാല ദോശയായിട്ട് അണ്ണൻ വന്നപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു, അണ്ണ ഇത് നാളെ യൂട്യൂബിൽ വരും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അണ്ണനൊരു ഹായ് പറയുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദോശ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.